എന്നാൽ കമലഹാസൻ മക്കൾ നീതി മയ്യം എന്ന പാർട്ടിയുമായി രംഗത്തെത്തി. പക്ഷേ അത് ക്ലച്ച് പിടിച്ചില്ല. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ രാജ്യസഭ MP ആക്കാനുള്ള നീക്കം DMK നടത്തുന്നുണ്ട്. എന്താണ് വിശദാംശം? നിലവിൽ 8 രാജ്യസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 6 എണ്ണവും തമിഴ്നാട്ടിലുള്ളതാണ്. അതിൽ 4 സീറ്റ് ഇപ്പോൾ നിലവിൽ അവിടെ ഭരണകക്ഷിയായ DMKക്ക് വിജയിപ്പിച്ചെടുക്കാം. നിലവിലെ കക്ഷി നില വെച്ച് പരിഗണിക്കുമ്പോൾ 4 സീറ്റ് DMKക്ക് വിജയിപ്പിച്ചെടുക്കാം. അതിൽ 1 സീറ്റാണ് ഇപ്പോൾ കമൽഹാസന് വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ DMK നേതാവ് ഉദയനിധി സ്റ്റാലിൻ, അതായത് നിലവിലെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ മകനും സിനിമാ താരവുമാണ് അദ്ദേഹം കമൽഹാസനെ സന്ദർശിക്കുകയും പാർട്ടി തീരുമാനം ഔദ്യോഗികമായി നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. കമൽഹാസൻ ആ ഒരു വാഗ്ദാനത്തെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ വലിയ താമസമില്ലാതെ കമൽഹാസൻ ഒരു MP എന്ന നിലയിൽ അറിയപ്പെടും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതിനു മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മക്കൾ നീതി മയ്യം മത്സരിച്ചെങ്കിലും കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മക്കൾ നീതി മയ്യം സ്ഥാനാർത്ഥിയായി കോയമ്പത്തൂരിലേക്ക് കമൽഹാസൻ മത്സരിക്കും എന്ന തരത്തിലൊരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് വിട്ടുനിന്നു. അതിൻ്റെ ചില ധാരണകളുടെ പുറത്താണ്. കൂടാതെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി, അതായത് പ്രതിപക്ഷ സഖ്യം, അതിനുവേണ്ടി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും അടക്കം അദ്ദേഹം പ്രചാരണത്തിനും ഇറങ്ങി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രത്യുപകാരം എന്ന നിലയിലാണ് ഇപ്പോൾ ഒരു രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. നിലവിലെ കക്ഷിനില അനുസരിച്ച് ഉറപ്പായും 4 സീറ്റ് DMKക്ക് ജയിപ്പിക്കാം. അപ്പോൾ 1 സീറ്റ് അതിൽ കമൽഹാസന് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പുമാണ്. നമുക്കറിയാവുന്ന പോലെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയവും സിനിമയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴചേർന്ന് കിടക്കുന്നൊരു സംഗതിയാണല്ലോ. അവിടെ MGR വന്നു, ജയലളിത വന്നു, ഇപ്പോൾ കമൽഹാസൻ മത്സരിക്കുന്നു. കമൽഹാസൻ MP ആകാൻ പോകുന്നു. നേരത്തെ വിജയകാന്ത് അവിടെ ജനപ്രതിനിധി ആയിട്ടുള്ള ആളാണ്. അതുകൂടാണ്ട് ഇപ്പോൾ നടൻ വിജയ്, ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ വിജയും ഒരു വലിയ തരംഗം തന്നെ സൃഷ്ടിച്ചു ഇറങ്ങിയപ്പോൾ. അതെ, അദ്ദേഹത്തിന്റെ പാർട്ടി നിലവിലെ ഭരണകക്ഷിയായ DMK ആയിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സംഗതി കൂടിയാണ്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കമൽഹാസനെ DMK കൂടെ നിർത്തുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയം. കാരണം വിജയ്ക്ക് പിന്തുണയുമായി മറ്റ് ചില താരങ്ങൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമാ ബന്ധം വെച്ചുകൊണ്ട് കമൽഹാസൻ കൂടി അങ്ങോട്ട് പോയാൽ അത് വലിയൊരു ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ബുദ്ധിപൂർവ്വം കമൽഹാസനെ കൂടെ നിർത്താൻ DMKക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിൽ എപ്പോഴും സിനിമാ നടന്മാരുടെ രാഷ്ട്രീയം ക്ലച്ച് പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമുക്കറിയാം MGR തൊട്ട് ഇങ്ങോട്ട് എടുത്താൽ അത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ കമലഹാസന് ഈ പറഞ്ഞതുപോലെ ചുവട് പിഴച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. രജനീകാന്തിനെ സംബന്ധിച്ചിടത്തോളം രജനീകാന്തും ഒരു ചുവടുവയ്പ് നടത്തി, പക്ഷേ അതും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇനി എങ്ങനെയായിരിക്കും കമലഹാസൻ്റെ ഭാവി എന്നുള്ളത് ഇപ്പോൾ രാജ്യസഭാ അംഗത്വം കൊണ്ട് മാത്രം എത്രത്തോളമായ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രവചിക്കുക അസാധ്യമാണ്. എന്നിരുന്നാലും മക്കൾ നീതി മയ്യത്തിന് ഒരു ജനപ്രതിനിധിയെ കിട്ടുന്നു, അത് ഒരു MP സ്ഥാനം കിട്ടുന്നു എന്നുള്ളത് ചെറിയ കാര്യവുമല്ല. നിലവിൽ അവിടെ അൻപുമണി രാമദാസ്, M ഷൺമുഖം, N ചന്ദ്രശേഖരൻ, M മുഹമ്മദ് അബ്ദുള്ള, P വിൽസൺ, വൈക്കോ, ഇവരുടെ കാലാവധിയാണ് 6 MP-മാരുടെ കാലാവധി അവസാനിക്കും. അവിടുത്തെ കക്ഷി നില നോക്കുമ്പോൾ തമിഴ്നാട് നിയമസഭയിൽ സ്പീക്കർ അടക്കം 234 അംഗങ്ങളാണുള്ളത്. ഓരോ 2 വർഷം കൂടുമ്പോഴും 6 അംഗങ്ങളുടെ ഒഴിവാണ് രാജ്യസഭയിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും വരാറുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു രാജ്യസഭാംഗത്തെ തിരഞ്ഞെടുക്കാൻ 34 വോട്ടെങ്കിലും വേണം. നിലവിലെ നിയമസഭയിലെ അംഗസംഖ്യ പ്രകാരം DMK നയിക്കുന്ന മുന്നണിക്ക് 4 പേരെയും അണ്ണാ DMK നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് 2 പേരെയും വിജയിപ്പിക്കാനാകും. സഭയിൽ DMKക്ക് സ്പീക്കർ ഉൾപ്പെടെ 131 MLA-മാരുണ്ട്. സഖ്യകക്ഷികളെ കൂടി ഉൾപ്പെടുത്തിയാൽ അംഗസംഖ്യ 159 ആകും. അങ്ങനെ നോക്കുമ്പോൾ 4 പേരെ ഉറപ്പായിട്ടും ഭരണകക്ഷിയായ DMKക്ക് വിജയിപ്പിച്ചെടുക്കും. അപ്പോൾ അതിലൊരാൾ കമൽഹാസനാണ്. ബാക്കി 3 പേർ ആരാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഈ DMK സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവിടെ ഈ BJP ഒറ്റയ്ക്ക് അണ്ണാമലയുടെ നേതൃത്വത്തിലൊക്കെ വലിയ മുന്നേറ്റമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും AIDMKയും DMKയും ഒപ്പം ഈ വിജയുടെ പാർട്ടിയും ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോൾ അവിടെ ഇനി ഏത് തരത്തിലായിരിക്കും അവിടെ രാഷ്ട്രീയം മുന്നോട്ട് പോവുക? അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷം ഇന്നിപ്പോൾ അറിയപ്പെടുന്നത് കേരളവും തമിഴ്നാടും കർണാടകയും അതേപോലുള്ള സംസ്ഥാനങ്ങൾ മാത്രമാണ്. അവിടെ BJPക്കെതിരെ കൃത്യമായ ഒരു നിലപാടെടുക്കുന്ന ഒരാൾ കൂടിയാണ് MK സ്റ്റാലിൻ.
ഏതാണ്ട് പിണറായി വിജയനോട് സമാനമായി വളരെ കടുത്ത് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ഒരാൾ കൂടിയാണ്. പ്രത്യേകിച്ച് അവിടെ ഇപ്പോൾ ഈ തമിഴ് ഭാഷ, ഹിന്ദി ഭാഷ, അതിൻ്റെ പേരിൽ പോലും നേർക്ക് നേർ കേന്ദ്ര സർക്കാരിനോട് അല്ലെങ്കിൽ BJPയോട് യുദ്ധം വെട്ടുന്ന ഒരാൾ കൂടിയാണ് സ്റ്റാലിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു കമൽഹാസനെ പോലെ ഒരു താരപരിവേഷമുള്ള ഒരാളെ കൂടെ കൂട്ടാൻ സാധിക്കുന്നത് ഭാവിയിൽ അവർക്ക് രാഷ്ട്രീയമായി ഏറെ ഗുണം ചെയ്യും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാടിൻ്റെ പൊതു രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത് സിനിമയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അവർ ഈ രാഷ്ട്രീയ കക്ഷികളുടെ അവരുടെ ഒരു ആശയത്തെയോ അല്ലെങ്കിൽ അവരുടെ നയപരിപാടികളെ എന്നതിനപ്പുറം താരപരിവേഷത്തെയും മറ്റും വല്ലാണ്ട് പിന്തുണയ്ക്കുന്നവരാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ. ക്ഷേത്രം പോലും പണിത സംഗതികളൊക്കെയാണ്. ഇപ്പോഴും രജനീകാന്തിൻ്റെയോ കമൽഹാസൻ്റെയോ ഒക്കെ ഒരു സിനിമ റിലീസാകുന്ന ദിവസം അവിടെ ഏതോ ദേശീയ ഉത്സവം പോലെയൊക്കെയാണ് അരങ്ങേറ്. അപ്പോൾ ഈ ഒരു ജനപിന്തുണ രാഷ്ട്രീയത്തിൽ എത്രത്തോളം ഇപ്പോൾ MGRനും ജയലളിതയ്ക്കും സാധിച്ചതുപോലെ ഈ കാലത്ത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് വിജയകാന്തിൻ്റെയൊക്കെ അനുഭവം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് പോലും പറയാൻ പറ്റില്ല. രജനീകാന്ത് പോലും കൈപൊള്ളി പിൻവാങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ കമൽഹാസൻ കുറെ കൂടി നിലപാടുള്ളൊരു മനുഷ്യനാണ്. കൃത്യമായി ഈ ഹിന്ദുത്വ രാഷ്ട്രീയവും BJPക്കെതിരെയും കർശന നിലപാടെടുക്കുന്ന ഒരാൾ കൂടിയാണ് കമൽഹാസൻ. അതായത് ഈ വിജയ് വലിയൊരു തരംഗമാണ് ഉണ്ടാക്കിയത് അവിടെ വന്ന് ഇറങ്ങിയപ്പോഴും ഒക്കെ. അതായത് നമുക്ക് ഈ കമൽഹാസനാണെങ്കിലും രജനീകാന്ത് ആണെങ്കിലും ഒന്ന് കൈപൊള്ളി. വിജയകാന്തിൻ്റെ അവസ്ഥ എടുത്താലും അങ്ങനെയാണ്. പക്ഷെ വിജയ് അത്തരത്തിലാണെന്ന് തോന്നുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരനാകാനുള്ള യോഗ്യത ഉള്ള പോലെ ഇതുള്ള ഒരു ആദ്യത്തെ എൻട്രിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നല്ല ഫാൻസും ഉണ്ട്. അത് എനിക്ക് തോന്നുന്നൊരു MGRന് ശേഷം വിജയ് എന്നൊരു തരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? അതായത് ഈ MGRും ജയലളിതയും ഒക്കെ അവരുടെ പ്രൈം പീരീഡിലാണ് രാഷ്ട്രീയത്തിലേക്ക് ചുവട് മാറിയത്. പക്ഷേ വിജയകാന്തിനും രജനീകാന്തിനും ഒക്കെ പാളിച്ച പറ്റിയത് വിജയകാന്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു താരപരിവേഷമൊക്കെ ഏതാണ്ട് അസ്തമിച്ച സമയത്താണ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്. രജനീകാന്ത് ഒരുമാതിരി ആധ്യാത്മിക രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെയാണ് ചിന്തിച്ചത്. അദ്ദേഹത്തിന് ഈ കക്ഷി രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമില്ല. ആ രീതിയിൽ പറഞ്ഞു. പിന്നീട് കക്ഷി രാഷ്ട്രീയത്തിലേക്ക് വന്ന് അത്രത്തോളം ശോഭിക്കുമോ, തൻ്റെ താരപരിവേഷം അതോടുകൂടി അവസാനിക്കുമോ, തൻ്റെ സിനിമാ കരിയറിന് അത് സംഭവിക്കുമോ എന്നുള്ള ആശങ്ക കൊണ്ടാകാം അദ്ദേഹം പിൻവാങ്ങിയത്. പക്ഷേ വിജയെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോഴും സൂപ്പർ താരമാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസാകുന്ന ദിവസം വലിയൊരു മാസ് ക്രൗഡ് നമുക്ക് എല്ലാ തിയേറ്ററും കേരളത്തിൽ പോലും കാണുന്ന സാധിക്കുന്നു. അപ്പോൾ അത്തരത്തിലൊരു താരപരിവേഷം വേണ്ട എന്ന് വെച്ച് തൻ്റെ സിനിമാ കരിയർ അവസാനിക്കുക, താൻ റിട്ടയർ ചെയ്യുകയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ കൂടി വിജയിനെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ഇത്രയും അണികളെ അവിടെ ഇപ്പോഴും കിട്ടുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ അനുഭവം അത് തന്നെയാണ് പറയുന്നത്. ഈ സിനിമാക്കാരുടെ ആ ഒരു സിനിമയിലെ ഡയലോഗുകളും ആദർശധീരനായ നായകനെയും കണ്ട് വീരപരിവേഷം കൊടുക്കുന്നതും യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയവും അവിടുത്തെ കുതികാൽ വെട്ടും അവിടുത്തെ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും അത് രണ്ടും രണ്ട് തലമാണ്. അപ്പോൾ ഇത് എത്രത്തോളം ഇവരിത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കാത്തിരിക്കേണ്ട വിഷയമാണ്.